ഇതാണ് മീ റോബോട്ട് വാക്യൂം മോപ്പ് പി 2-in-1 സിസ്റ്റമാണ്. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ബോക്സിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു ഭാഗം ഇതിൻ്റെ ടോപ്പ് വരുന്നത്, ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കാണുന്നത് ഇതിൻ്റെ കണ്ടന്റും അതുപോലെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് ഒക്കെയാണ്. അതുപോലെ മറ്റു ഭാഗത്ത് കംപ്ലീറ്റ് ക്ലീനാണ്. ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു ബോക്സിലാണ് വാക്യൂം ക്ലീനർ വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ പാക്കേജിങ്. ഇവിടെ ഫ്രണ്ടിൽ നമ്മുടെ റോബോട്ടിൻ്റെ ഒരു പിക്ചർ ഉണ്ട്. അതേപോലെ താഴെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ബോക്സിനെ പോലെ തന്നെ ഇവിടെയും ഇതിൻ്റെ കണ്ടൻസ് അതേപോലെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. അറൗണ്ട് 30,000 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. പക്ഷേ ഇപ്പോൾ ഇതിനെക്കാട്ടി കുറഞ്ഞ വിലക്ക് അവൈലബിൾ ആണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് സിയോമി ഇന്ത്യയുടെ ക്ലൗഡ് ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത് ലോക്ക്ഡൗണിന് മുന്നേ ഷിപ്പ് ചെയ്യേണ്ട ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ബട്ട് ലോക്ക്ഡൗണൊക്കെ ശേഷമാണ് ഈ ഒരു സാധനം ഷിപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ ഓർഡേഴ്സ് അവർ കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഇതാണ് ഇതിൻ്റെ വാക്യൂം ക്ലീനർ. നമുക്ക് സൈഡ് നോക്കാം. 2 ബ്രഷ് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്, മോപ്പിംഗ് യൂണിറ്റ്, അതുപോലെ തന്നെ ഒരു വാറണ്ടി കാർഡും അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ മാനുവലും. ഇത് കൂടാതെ ഇതിനൊരു ഡോക്കിംഗ് സ്റ്റേഷനും കൂടി ഉണ്ട്. ഇത്രയാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. അതേപോലെ ഇവിടെയും ഒരു ചെറിയൊരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ മറ്റ് സംഭവങ്ങൾ. ഇതും മോപ്പിങ്ങിൻ്റെ യൂണിറ്റാണ്. ഒരു ചെറിയ ചാർജർ, ഡസ്റ്റ് കളക്ട് ചെയ്യുന്ന കണ്ടെയ്നർ പ്രധാനപ്പെട്ടതാണ്, ഡോക്കിംഗ് സ്റ്റേഷൻ. സോ ഇത്രയാണ് ഇതിൻ്റെ ഒരു കണ്ടന്റ് വരുന്നത്. സോ നമ്മൾ കംപ്ലീറ്റ്ലി അൺബോക്സ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഒന്നുകൂടെ നമുക്ക് പറയാം. ഇതാണ് ഇതിൻ്റെ വാക്യൂം ക്ലീനർ. ഇത് സെൻസറാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഡസ്റ്റ് കളക്റ്റിംഗ്. പിന്നെ ബ്രഷ്, ഇതിൽ ഒരെണ്ണം സ്പെയർ ആണ്. പിന്നെ ഇതാണ് പ്രധാനപ്പെട്ട സംഭവം, ഡോക്കിംഗ് സ്റ്റേഷൻ, ചാർജർ. ഇതിന് 3200 mAh ബാറ്ററിയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഏതാണ്ട് 60 മുതൽ 120 മിനിറ്റ് വരെ ഇത് പ്രവർത്തിക്കും, ഡിപ്പെൻഡിങ് ഓൺ ദ മോഡ് ദാറ്റ് വി യൂസ്. പിന്നെ അതേപോലെ തന്നെ മോപ്പ്, ഇതിൽ ഒരെണ്ണം ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത്. അതേപോലെ 2 ടൈപ്പ് മോപ്പാണ് കേട്ടോ ഇത് ഉള്ളത്. നമുക്കിത് വെൽക്രോ ആണ് ഇതിൻ്റെ ബാക്കിലുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മോപ്പ് ചെയ്ത് ശേഷം നമുക്ക് ഊരിയിട്ട് നമുക്കിത് കഴുകാം. സോ അങ്ങനെ 2 ടൈപ്പ് മോപ്പാണുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കണ്ടെയ്നറും കൂടി വരുന്നുണ്ട്. അത് വരുന്നത് ഇതിൻ്റെ അകത്താണ്. ഇതാണ് ആ ഒരു കണ്ടെയ്നർ. ഇത് വെള്ളം ഹോൾഡ് ചെയ്യുന്നതാണ്. ഇത് മോപ്പിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഒരു കണ്ടെയ്നർ. പിന്നെ ഒരു ബ്രഷും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇത് ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രഷാണിത്. പിന്നെ ഇവിടെ ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ 2 സ്വിച്ചാണ് ഉള്ളത് ഇതിന് മെയിനായിട്ട്. ഒന്ന് ഹോം, അത് പ്രസ് ചെയ്ത് തിരിച്ച് ഈ ഒരു ഡോക്കിംഗ് സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകും. പിന്നെ ഉള്ളത് പവർ ബട്ടനാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത് 350 mm ആണ്. ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. അത്യാവശ്യം ലെങ്തിയാണ് ഈ ഒരു സംഭവം. മാർക്കറ്റിൽ കിട്ടാവുന്ന വാക്യൂം ക്ലീനേഴ്സിൽ വെച്ചിട്ട് അത്യാവശ്യം ലെങ്തിയാണിത്. പിന്നെ ഇത് അറൗണ്ട് 3.6 kg ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്. അത്യാവശ്യം ഭാരമുള്ള ഒന്ന് തന്നെയാണിത്. ഇനി കാണുന്നതാണ് ഇതിൻ്റെ LDS എന്ന് പറഞ്ഞ സെൻസർ, ലൈറ്റ്സ് നാവിഗേഷൻ സിസ്റ്റമാണിത്. ഇത് റൂമും അതുപോലെ ചുറ്റു കാര്യങ്ങൾ കറക്റ്റായിട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ യൂസ്ഫുള്ളാണിത്. തടസ്സങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കി അത് ഒഴിവാക്കി പോകാനൊക്കെ ഈ ഒരു സിസ്റ്റം ഒരുപാട് ഉപകരിക്കും. അതേപോലെ സെൻസർ താഴെയും ഇതിൻ്റെ സെൻസേഴ്സ് വരുന്നുണ്ട്. കാണുന്നൊക്കെ ഇതിൽ സെൻസേഴ്സ് ആണ് ഉള്ളത് ചുറ്റും. പിന്നെ താഴെ ഒരു ബ്രഷ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ആവശ്യം അനുസരിച്ച് നമുക്ക് എന്ത് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. 2 മെയിൻ വീൽസ് ഉണ്ട്. അത്യാവശ്യം ഈ കാർപ്പറ്റ് അതുപോലെ സംഭവങ്ങളൊക്കെ കയറി ഇറങ്ങാൻ സഹായിക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരു കംപ്ലീറ്റ് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നൊരു വീലാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു ഇനീഷ്യൽ സ്പെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫങ്ഷനിങ് കാര്യങ്ങളൊക്കെ നോക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ ഈ സംഭവം ഒന്ന് ചാർജ് ചെയ്യാം. ഇവിടെ ചാർജിങ് സ്റ്റേഷനോടെ സെറ്റ് ചെയ്തു. ലൈറ്റ് ഓണായി. ഓക്കെ, നമുക്ക് ഓണാക്കാം. പിന്നെ അതിന് മുന്നേ ഈ 2 വൈറ്റ് കളർ സംഭവം തെർമോക്കോൾ ഇത് റിമൂവ് ചെയ്യണം. സോ ചെറിയൊരു സീനുണ്ട് ഇവിടെ.
ഇതിപ്പം ഡോക്കിംഗ് സ്റ്റേഷൻ എവിടെയാണ് എന്ന് സെർച്ച് ചെയ്യാണ്. കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞു. കറക്റ്റായിട്ട് അങ്ങോട്ടൊക്കെ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് വരുന്നത്. ബാക്കിലാണ്. കംപ്ലീറ്റ്ലി സൈലൻ്റായി. ഫസ്റ്റ് ടൈമാണ് ചാർജ് ചെയ്യുന്നത്. സോ ഇതിവിടെ ചാർജ് ആവട്ടെ. നമുക്ക് അപ്പോഴേക്കും ഇതിൻ്റെ ആപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ 2 ബട്ടണും നമ്മൾ എന്ത് ചെയ്യാം, ഒന്നിച്ച് പ്രസ് ചെയ്യണം. ഹോം ബട്ടണും പവർ ബട്ടണും. ഓക്കെ, ഇവിടെ സ്കാനിങ് ഫോൺ ഡിവൈസ്, ഇവിടെ മീ റോബോട്ട് വന്നു. സോ ഇത് കണക്റ്റിംഗ് ആണ്. ഇനി ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. സോ ഫൈനലി ഡിവൈസ് ആഡഡ്, ഡൺ. ഇനി നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം ലിവിംഗ് റൂമും കാര്യങ്ങളൊക്കെ. നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം ഡൈനിങ് റൂമാണ്. നെക്സ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഉണ്ടല്ലേ, നമ്മൾ ക്ലീനപ്പ് തുടങ്ങി ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ സെൻസർ ചെയ്യണം റൂമും കാര്യങ്ങളൊക്കെ. ഇതാദ്യം റൂമിൻ്റെ ഒരു മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും. അതായത് റൂം കംപ്ലീറ്റ് മനസ്സിലാക്കും. നമ്മളിപ്പോൾ ഡൈനിങ് റൂം അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡൈനിങ് റൂമിൻ്റെ ഒരു മാപ്പിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുന്നിലത്തെ ആ ഒരു സെൻസർ, നേരെ മുന്നിൽ തന്നെ ഒരു സെൻസർ ഉണ്ട്. അത് ഒബ്സ്റ്റാക്കിൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അതിൽ അവോയ്ഡ് ചെയ്തിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഇതൊരു കാർപ്പറ്റ് ഉണ്ട്, നമ്മളിതിൻ്റെ മുന്നിൽ വെച്ചോളാം. ഇത് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് പൊട്ടിച്ചു പുറത്തേക്ക് വരാനുള്ള ഒരു സൊല്യൂഷൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. കംപ്ലീറ്റ് സ്കാൻ ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഹോം ബട്ടൺ നോക്കിക്കഴിഞ്ഞത് പോസ് ആവും. പോസ്റ്റ്. ഇനി നമ്മൾ വീണ്ടും ഹോം ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ സെർച്ച് ചെയ്യണം ഡോക്കിംഗ് സ്റ്റേഷൻ എവിടെയാണ്. അപ്പോൾ അവിടെയാണ് ഈ ഡോക്കിംഗ് സ്റ്റേഷൻ ഉള്ളത്. കംപ്ലീറ്റ് തെറ്റായ റൂട്ടിലൂടെ വന്നു. തിരിച്ച് ഇവിടെ തന്നെ വന്നു. അത് കറക്റ്റ് സ്പോട്ടിലേക്ക് വരുന്നുണ്ട്. അത് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു വർക്ക് ചെയ്യുന്ന ഇടയിൽ ഇപ്പോൾ ഈ സ്പോട്ടിൽ വെച്ചിട്ട് ഇതിൻ്റെ പവർ ഡൗൺ ആയി കഴിഞ്ഞാൽ തിരിച്ച് അതേ ചാർജ് ചെയ്ത് ചാർജിങ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്ത് തിരിച്ച് അതേ സ്പോട്ടിൽ വന്ന് എവിടെയാണ് സ്റ്റോപ്പ് ചെയ്ത് ആ സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യും. മോപ്പിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും ഏതാണ്ട് 3 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഒരു ഡോക്കിംഗ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു കമാൻഡ് കൊടുത്തിട്ട് പക്ഷേ ഇതുവരെയായിട്ട് ഇല്ല. ഇത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യാം. അടുത്ത് സ്റ്റോപ്പ് ചെയ്തു. നമുക്കിതിനെടുത്തിട്ട് ഞാൻ അതിന് ടേബിളിന് മുകളിൽ വെച്ചിരിക്കും. ഇവിടെ കുറച്ച് ജീരകവും കാര്യമൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് നോക്കട്ടെ. സോ ഇത് നമ്മളിതിൻ്റെ സെൻസർ ടെസ്റ്റ് ചെയ്യണം. ഇത് ഞാൻ മേടിച്ചു പോയി. ഇവിടെ സെൻസർ ഉണ്ടാവും. ഈ എവിടെയാണ് ഈ ഹൈറ്റും കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ മുഖത്തെ ഫ്ലോറിലൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് സ്റ്റെയർ കേസിൻ്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ താഴോട്ട് വീഴാണ്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഫീച്ചറാണിത്. ഇതിൻ്റെ ഉറപ്പം ഇത് ക്ലീനും ചെയ്യുന്നുണ്ട്. മുന്നിൽ സെൻസർ ഉണ്ട്, അത് ഇവിടെ സെൻസർ ഉണ്ട്, പിന്നെ താഴെ സെൻസർ ഉണ്ട്. ഇതിപ്പം സ്റ്റാൻഡേർഡ് മോഡിൽ ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റും. ടർബോ മോഡിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടായിരിക്കും. പിന്നെ ഈ സൗണ്ട് കുറക്കാനും പറ്റും നമുക്ക് മാനുവലാക്കി കഴിഞ്ഞാൽ. കറക്റ്റ് ആ ലൈൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത് ക്ലീനാക്കുന്നത്. അടിയിലൂടെ നോക്കാമല്ലോ നമുക്ക്. കണ്ടല്ലേ ആ സക്ഷൻ കപ്പ് വെച്ചിട്ടെല്ലാം കോരി എടുക്കുന്നുണ്ടല്ലേ. ഓക്കെ, ഇതിപ്പോൾ തിരിച്ച് ഡോക്കിംഗ് സ്റ്റേഷനിലേക്ക് വന്ന് നമുക്കിത് ക്ലീൻ ചെയ്യാം. ഈ ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് ഇതാണ് ഇതിൻ്റെ ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റ്. കണ്ടില്ലേ മൊത്തം വേസ്റ്റ് അതിൻ്റെ അകത്ത് വിട്ടിട്ട് ടിഷ്യൂ പേപ്പർ അടക്കുന്നുണ്ട് കേട്ടോ ഇത്. പിന്നെ ഇവിടെ ചെറിയ ബ്രഷ് നമ്മൾ ഉണ്ട്. ഈ ബ്രഷ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒന്ന് തുടച്ചളയാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലീനാക്കി എടുക്കാം. തിരിച്ച് അതേപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. അതിന് ശേഷം നമുക്കിത് നേരെ വേസ്റ്റ് പോയിട്ട് തട്ടാം. ഇതാണ് മോപ്പിംഗ് കമ്പാർട്ട്മെൻറ്റ്. ഇതിന് അതായത് ഈ റോബോട്ടിന് ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണ്. ഓക്കെ, തിരിച്ച് മോപ്പിംഗ് കമ്പാർട്ട്മെൻറ്റ് ഇട്ടു.
2-in-1 ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റ് വിത്ത് വാട്ടർ ടാങ്ക്. സോ നമുക്ക് ഇത് വേണ്ട, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. മോപ്പിംഗ് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തി. നമ്മൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു. ഇനി നമ്മൾ തുടക്കം പോകണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് തിരിച്ചു വിടും. പിന്നെ നമുക്കിതിപ്പം എന്താ ഇവിടെ നോക്കിയേ, ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ടിഷ്യൂ അതേപോലെ മുടിയും കാര്യങ്ങളൊക്കെ. സോ നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് എന്ത് ചെയ്ത് അതിലേക്ക് ഇട്ടാൽ മതി. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഇത് ഓരോ വട്ടവും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സക്ഷൻ വരുന്നത് ഇത് കൂടിയാണ്. ഇവിടെ നിന്നാണ് സക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിന് സാധാരണ വാക്യൂം ക്ലീനറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഇലക്ട്രിസിറ്റിയാണ് ഇതിനാവശ്യമുള്ളൂ. ഇതാണ് വെള്ളത്തിൻ്റെ മോപ്പിംഗ് വരുന്നത്. വെള്ളം കൊണ്ട് തുറക്കുന്നതാണ്. പിന്നെ ഇത് ഡ്രൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇന്ത്യയാണ്. ഈ സംഭവം അങ്ങോട്ടേക്കാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. ശേഷം നമ്മൾ തിരിച്ചിട്ട് വീണ്ടും ഓപ്പൺ ആക്കും. നമ്മൾ ഡസ്റ്റിൻ്റെ ബില്ല് മാറ്റിയിട്ട് വാട്ടർ ബില്ല് ഇൻസ്റ്റാൾ ചെയ്യണം. വെള്ളത്തിൻ്റെ ഈ 2-in-1 ആണ്. നെക്സ്റ്റ് നമ്മൾ ഇതിൽ വെള്ളം ഫില്ല് ചെയ്യണം. ഈ ഒരു ഭാഗത്താണ് വെള്ളം ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മോപ്പിംഗ് ആണ്. ഇത് ഓൾറെഡി നമ്മൾ ആപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആപ്പായിട്ട് വർക്ക് ചെയ്യാൻ ചെറിയ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാണുന്നുണ്ട്. സോ അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു രീതി മാനുവലായിട്ട് ചെയ്യുന്നത്. മോട്ടോർ സ്റ്റാർട്ടായി സ്കാൻ ചെയ്യണം. അതില്ല, വെള്ളത്തിൻ്റെ അടയാളം കാണത്തില്ല. ഇവിടെ കണ്ട ഈ വെള്ളത്തിൻ്റെ ഒക്കെ അടയാളം ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്കിത് അടിയിൽ നോക്കാം ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന്. ഇതാണ്ട മോപ്പിൻ്റെ അടിയിൽ ആ ഒരു രണ്ടറ്റത്തായിട്ടാണ് ആ ഒരു നനവ് കാണാൻ പറ്റുന്നത് നമുക്ക്. ഉണ്ടല്ലേ, സോ വേണ്ട മുന്നിൽ എല്ലായിടത്തും കംപ്ലീറ്റ് സെൻസറാണുള്ളത്. ഇപ്പോൾ അടിയിലൊക്കെ ഇതിൻ്റെ സെൻസറുണ്ട്. ഇതോടൊപ്പം തന്നെ ബ്രഷും ചെയ്യുന്നുണ്ട്. ആ വേസ്റ്റ് കംപ്ലീറ്റ് പൊടിയും കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കുന്നുണ്ട് മുന്നിൽ നിന്ന്. ആ ബ്രഷും വർക്കിംഗ് ആണ്. സോ ഈ ഒരു വാക്യൂം ക്ലീനർ കംപ്ലീറ്റ് ടേബിളും ക്ലീൻ ആക്കിയതിന് ശേഷം കറക്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിൽ വന്ന് അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അതല്ലേ, കറക്റ്റ് ഇവിടെ തന്നെ എവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ കറക്റ്റ് പൊസിഷനിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഹോം ഡോക്കിംഗ് സ്റ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹോമിലേക്ക് സെർച്ച് ചെയ്യും. ഇല്ല കേട്ടോ, ഹോമുള്ളത് ചാടാതിരുന്നാൽ മതി. എനിക്കൊന്ന് ഈ സംഭവം ആപ്പായിട്ട് കോൺഫിഗർ ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ കംപ്ലീറ്റ് പെർഫോമൻസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ചെയ്തിരുന്നു, കുറച്ച് ബഗ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മാനുവലായിട്ട് ഇപ്പം ചെയ്യുന്നത്. നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഡോക്കിംഗ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കണമെങ്കിൽ ഇതിൻ്റെ ആപ്പായിട്ട് കോൺഫിഗർ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ആപ്പിൽ നമുക്ക് പെരിമീറ്റർ സെറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ ഏത് റൂം ഏത് സമയത്ത് ക്ലീൻ ചെയ്യണം, ടൈം കണക്ക് സെറ്റ് ചെയ്ത് വെക്കണം. പക്ഷെ എന്തോന്നറിയില്ല, ആപ്പ് എന്തൊക്കെയോ ഇഷ്യൂസ് കാണുന്നുണ്ട്. കറക്റ്റായിട്ട് കണക്റ്റ് ആവുന്നില്ല. ഡിവൈസ് ഓപ്പൺ എന്നൊക്കെ കാണിക്കുന്നത്. ഇടയ്ക്ക് കുറച്ച് നേരം കിട്ടിയിരുന്നു, പക്ഷേ വീണ്ടും ചെയ്യാൻ നോക്കിയപ്പോൾ എന്തൊക്കെ പണിയാക്കി. പിന്നെ 60 മുതൽ 120 മിനിറ്റ് വരെയാണ് ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ്. 3200 mAh ബാറ്ററിയാണ് ഇതിലുള്ളത്. സാധാരണ ഒരു വാക്യൂം ക്ലീനറിൻ്റെ അതേ എഫിഷ്യൻസിയോടെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. പോരാത്തത് 2-in-1 മോപ്പിങ്ങും ചെയ്യും ഒരേ സമയം തന്നെ. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇതിന് കറണ്ട് വളരെ കുറവാണ്. സാധാരണ വാക്യൂം ക്ലീനറെ അപേക്ഷിച്ച് കറണ്ട് വളരെ കുറവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും കൂടുതൽ നല്ലത് ഓഫീസ് അതുപോലെ ഏരിയയിലൊക്കെയാണ്. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അമിതമായ ഫർണിച്ചറും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പെർഫോമൻസ് അത്ര കങ്ങ് കിട്ടില്ല. കുറച്ച് കാർപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്നു, കാർപ്പറ്റ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ. സോ ഇത്രയൊക്കെയാണ് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇതിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഇതല്ലാണ്ട് വേറെയും കുറച്ച് ബ്രാൻഡുകളുണ്ട്. പക്ഷേ
ഏറ്റവും കൂടുതൽ എന്താ പറയുക എക്കണോമിക്കായി ഏറ്റവും കൂടുതൽ ചീപ്പായിട്ട് കിട്ടുന്നത് ഇത് തന്നെയാണ്. ഇത് ഇന്ത്യയിലെ ക്രൗഡ് ഫണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഡൗൺ ചെയ്തത്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഇതിൻ്റെ അവൈലബിലിറ്റി തന്നെ ഇല്ലാണ്ടായിരുന്നു. അതായത് മാർക്കറ്റ് ഈ സാധനം ഒട്ടും അവൈലബിൾ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പുതിയ ഓർഡർ എടുത്ത് നടക്കും നിർത്തിയിരുന്നു. സോ അത്രയ്ക്ക് ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഹെവിയാണ്, വൺ ഓഫ് ദ ഹെവിയസ്റ്റ് വാക്യൂമാണ്, അതേപോലെ തന്നെ ലാർജസ്റ്റ്. സോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.